ജയലളിതയുടെ മരണത്തോടെ രണ്ടായി പിരിഞ്ഞ പാർട്ടി തമിഴ്നാട് ഭരിക്കുന്നുണ്ടെങ്കിലും ഭരണകക്ഷിയിലും ശക്തമായ ഭിന്നിപ്പുണ്ട്. ശശികലയെയും ദിനകരനെയും പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് 19 മന്ത്രിമാർ പ്രഖ്യാപിച്ചതും അതിനെതിരെ 30ഓളം MLA രംഗത്ത് വന്നതും സർക്കാരിന് പോലും ഭീഷണിയായിരുന്നു. എന്നാൽ സമയോചിതമായി ഇടപെട്ട മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി കസേര ഉറപ്പിച്ചെങ്കിലും OPS വിഭാഗവുമായുള്ള ലയനം നടന്നില്ല. ലയനം നടക്കാതെ രണ്ടിലെ ചിഹ്നം കിട്ടില്ല. ചിഹ്നം കിട്ടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താനും കഴിയില്ല. അപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വം ഇടപെടുന്നത്. ഫോർമുല എന്തെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ OPS EPS പക്ഷങ്ങളും EPS പക്ഷത്തെ കുറുമുന്നണിയായ ദിനകരൻ പക്ഷവും വ്യത്യസ്ത സമയത്ത് NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചു. മാത്രമല്ല മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും മുൻ മുഖ്യമന്ത്രി O പനീർശെൽവവും ഡൽഹിയിൽ ചെന്ന് കോവിന്ദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സംഘത്തിനൊപ്പം പോവുകയും ചെയ്തു. 1998 ശേഷം തമിഴ്നാട്ടിൽ അണ്ണാ DMK BJP സഖ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സഖ്യമുണ്ടായിട്ടില്ലെങ്കിലും BJP പറയുന്നതാണ് അണ്ണാ DMK ചെയ്യുന്നത് എന്ന അണിയറ സംഭാഷണങ്ങൾക്ക് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.